അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ യുദ്ധ നിലപാടുകൾക്കെതിരായി മുമ്പ് ചേരിചേരായ്മയുടെ നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് അവർക്ക് വിധേയപ്പെട്ട് വിദേശ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അപകടകരമായ സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. നരസിംഹറാവുവിൻ്റെ കാലത്തോടുകൂടിയാണ് ചേരിചേരായ്മ നയം മാറ്റി അമേരിക്കൻ പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചത്. ഇസ്രായേലുമായി ഉണ്ടായിരുന്ന ഇന്നത്തെ ബന്ധം രൂപപ്പെടുത്തിയതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ടിൽ ഇസ്രയേൽ സന്ദർശിക്കാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശമുണ്ടായിരുന്നില്ല മുമ്പ്. ആ ബന്ധം പുനഃസ്ഥാപിച്ചത് പിന്നീട് നരസിംഹറാവു ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അമേരിക്കയുടെ ജൂനിയർ പങ്കാളിയായി ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ് സത്യം. ആണവ കരാറിൻ്റെ പേരിൽ ഇന്ത്യയുടെ സ്വാശ്രയത്വ നിലപാടും പരമാധികാരവും അടിയറ വെക്കുന്ന രീതിയിലുള്ള നയം UPA ഗവൺമെൻറ് സ്വീകരിച്ചപ്പോഴാണ് ഇടതുപക്ഷം അന്ന് പിന്തുണ പിൻവലിച്ചത്. കോൺഗ്രസ് പിന്തുടർന്നു വന്ന വിദേശ നയവും BJPയുടെ നയവും ഒന്നു തന്നെയാണ് ഇപ്പോഴും. ഇന്ത്യൻ മാർക്കറ്റ് അമേരിക്കക്ക് തുറന്നു കൊടുക്കുന്ന നിലപാടോടെ കർഷകരാകമാനം പ്രതിസന്ധിയിലാകുകയും ഇന്ത്യ ഗവൺമെൻറ് നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംഭരണ വില സംബന്ധിച്ചുള്ള കാര്യത്തിൽ സബ്സിഡി നൽകരുത് എന്ന് ഇപ്പോൾ നിർദ്ദേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ധാന്യോൽപാദനത്തിന് സബ്സിഡി വേണ്ട, നമ്മുടെ ഉൽപ്പാദനവും പുറത്തുനിന്ന് വരുത്താൻ ഉള്ള സാധ്യതയും വെച്ചുകൊണ്ട് ഖജനാവിൽ നിന്ന് പണം കൊടുക്കരുത് എന്നാണ്. കൃഷിക്കാരെ സഹായിക്കുന്ന ഈ താങ്ങുവില സംവിധാനം ഒഴിവാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. കേരളത്തിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന സാമ്രാജ്യത്വ നിലപാടിന് അനുകൂലമായ സമീപനമാണ് BJP ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലോകവിപണിയിൽ എവിടെ നിന്ന് ഇറക്കുമതി ചെയ്യണമെന്ന കാര്യം തീരുമാനിക്കുന്നത് അമേരിക്കയാണ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി വെട്ടിച്ചുരുക്കണമെന്നും ഇറക്കുമതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ നിലപാട് സ്വീകരിക്കുകയാണ് ഇന്ത്യ ഗവൺമെൻറ്റും ചെയ്തത്. ഇപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ അമേരിക്കയുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഒരു അപമാനകരമായ അവസ്ഥയാണ് ഇന്ത്യ കൈക്കൊണ്ടത്. അമേരിക്കയുടെ ദാസ്യന്മാരായി ഇന്ത്യ മാറുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഈ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ഇടതുപക്ഷം മുമ്പ് തന്നെ കൈകാര്യം ചെയ്തത്. നമ്മൾ അന്ന് തന്നെ ഈ കാര്യം മുന്നറിയിപ്പ് നൽകിയതാണ്.
അത് കൂടുതൽ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് സമീപകാല സംഭവവികാസങ്ങൾ. ഇത്തരം നയങ്ങൾക്കെതിരായി ശക്തിയായ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.